ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നാം പരിചയപ്പെടുന്നത് ഡിജിടെക്കിൻ്റെ വയർലെസ് മൈക്രോഫോൺ സിസ്റ്റമാണ്. കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിന് ഏറെ ഉപകാരപ്രദമായ ഈ ഗാഡ്ജറ്റിൻ്റെ ഉപയോഗക്രമവും സവിശേഷതകളും നമുക്ക് ചെക്ക് ചെയ്യാം. എല്ലാവർക്കും സ്മാർട്ട് എൻജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി കമ്പനി എന്തെല്ലാം ഐറ്റംസാണ് ഈ മനോഹരമായ പാക്കിൽ നൽകിയിരിക്കുന്നത് എന്ന് നോക്കാം. 2 ട്രാൻസ്മിറ്ററുകളും ഒരു റിസീവറുമാണ് നമുക്ക് ഈ പാക്കേജിൽ ലഭിക്കുന്നത്. ഈ കാണുന്നത് ഒരു ഇയർഫോണാണ്. ഇത് ലൈറ്റ്നിങ് കേബിളാണ്. iPhone 14 വരെയുള്ളവർക്ക് ഈ കേബിൾ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇത് മറ്റൊരു ഇയർഫോണാണ്. ഇത് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാനുള്ള കേബിൾ, DSLR ക്യാമറയിൽ ഉപയോഗിക്കാനുള്ള മറ്റൊരു കേബിൾ കൂടിയുണ്ട്. ഇതാണ് ചാർജിങ് കേബിൾ. ഇതിൻ്റെ ഒരു ഭാഗം USB ആണ്, മറ്റേത് C ടൈപ്പാണ്. 2 അറ്റമാണ്, 1 with 2 കേബിൾ. പിന്നെയുള്ളതിൻ്റെ യൂസേഴ്സ് മാനുവലാണ്. ഇത്രയും ഐറ്റംസാണ് ഈ പാക്കിൽ. ഇതാണ് ട്രാൻസ്മിറ്റർ. ഇങ്ങനെയുള്ള 2 ട്രാൻസ്മിറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിത് ഓൺ ചെയ്യാം. ഓൺ ചെയ്യാൻ വേണ്ടി ഇവിടെ പവർ ബട്ടൺ ഉണ്ട്. നമുക്ക് പവർ ബട്ടൺ പ്രസ് ചെയ്ത്, ലോങ് പ്രസ്സാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് റിസീവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പെയർ ആവും. റിസീവറിൻ്റെ പവർ ബട്ടൺ ഓൺ ചെയ്യുന്നു. ഓക്കെ. ഇപ്പോൾ 2 കൂടി ലിങ്ക് ആയിട്ടുണ്ട്. 2ഉം ലിങ്ക്ഡ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ട്രാൻസ്മിറ്റർ കൂടി ഉണ്ട്. ഇത് ഓൺ ചെയ്യാൻ 2 ആൾക്കാർ സംസാരിക്കാനുണ്ടെങ്കിലാണ് ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഏതായാലും നമുക്ക് പെയർ ചെയ്ത് വെക്കാം. ഓക്കെ, അതും ലിങ്കായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ലൈറ്റ്നിങ് പോർട്ടുള്ള കേബിൾ. അതെ, ഇതാണ്. ഇതും തന്നിട്ടുണ്ട്. C to C ഉണ്ട്, C to ലൈറ്റ്നിങ് ഉണ്ട്. ലൈറ്റ്നിങ് കേബിള് ഇത് നമ്മൾ iPhone ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റിസീവർ, ഇതാണ് റിസീവർ ഫോണുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. ഫോണായിട്ട് കണക്ട് ചെയ്യുന്നു. റെക്കോർഡിങ് ചെയ്ത് നോക്കാം. ഇതിന് വിൻമോപ്പ് ഉണ്ട്. കാറ്റൊക്കെ ഉള്ള എടുത്ത് നമുക്ക് സംസാരിക്കുമ്പോൾ ആ നോയ്സ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിൻമോപ്പ് നൽകിയിരിക്കുന്നത്. അത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇവിടെ ഒരു ഹോൾ കാണാം. അതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഫിറ്റായി. ഈ പാക്കിനകത്തുള്ള സംഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ 2 ട്രാൻസ്മിറ്റർ ഉണ്ട്, ഒരു റിസീവർ ഉണ്ട്, വിൻമഫ് 2 തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 with 2 കേബിൾ, പിന്നെ DSLR കേബിൾ ഉണ്ട്, മോണിറ്റർ ഇയർഫോൺ 2 തന്നിട്ടുണ്ട്, പിന്നെ ഒരു ടൈപ്പ് C കേബിളുണ്ട്. ഇതോടൊപ്പം തന്നെ ആപ്പിൾ ഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ലൈറ്റ്നിങ് കേബിൾ കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസീവർ എങ്ങനെയാണ് ഫോണുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ലൈറ്റ്നിങ് കേബിളാണ്. ലൈറ്റ്നിങ് കേബിൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ട്രാൻസ്മിറ്ററിലെ റിസീവറിൻ്റെ C ടൈപ്പ് കേബിളാണ്. അത് റിസീവറിലുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് സൗണ്ട് എങ്ങനെയാണെന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇയർഫോൺ തന്നിട്ടുണ്ട്. ആ ഇയർഫോണ് നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്ത് വീഡിയോ എടുക്കുന്ന ആൾ ചെവിയിൽ വെക്കുകയാണെങ്കിൽ സൗണ്ടിൻ്റെ ക്ലാരിറ്റി അവർക്ക് വ്യക്തമായിട്ട് കിട്ടും. അതിനനുസരിച്ച് നമുക്ക് സൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന മികച്ച ഒരു വയർലെസ് മൈക്കാണ് ഡിജിടെക്. 4500 രൂപയാണ് ഇതിന് വില വരുന്നത്. ഇതിൻ്റെ MRP വന്നിട്ട് നമുക്ക് 6995 രൂപയാണ് MRP കാണുന്നത്. ഞാനിത് വാങ്ങിയത് കോഴിക്കോടുള്ള ഷോറൂമിൽ നിന്നാണ്. 4400 രൂപയാണ് ഞാൻ ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് ആമസോണിൽ എത്രയാണെന്ന് നോക്കാം. ആമസോണിൽ ഇതിന് എത്രയാണ് റേറ്റ് വരുന്നത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. നമ്മൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് ആമസോണിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റേറ്റ് കൃത്യമായിട്ട് കിട്ടും. സ്കാൻ ചെയ്യുകയാണ്. അതെ, നമുക്കിതിന് ആമസോണിൽ വരുന്നത് 4399 രൂപയാണ്. അതായത് 4400 രൂപയാണ്. മാത്രമല്ല ഇത് കഴിഞ്ഞ മാസം ആമസോണിൽ അവർ പറയുന്നത്
1K ബോട്ട് ഇൻ പാസ്റ്റ് മന്ത് എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം തന്നെ 1000-ലധികം സെറ്റുകൾ വിറ്റുപോയിട്ടുണ്ട് എന്നാണ് ആമസോണിൽ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം ബെസ്റ്റ് സെല്ലേഴ്സ് ആയിട്ട് തന്നെ മാറിയിരിക്കുകയാണ് ഡിജിടെക്കിൻ്റെ ഈ വയർലെസ് മൈക്ക്. ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ യൂട്യൂബേഴ്സിനൊക്കെ അത്യാവശ്യം വ്ളോഗൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മൈക്ക് തന്നെയാണ് ഡിജിടെക്കിൻ്റെ വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം. ഞാൻ ഈ സിസ്റ്റം വാങ്ങിയത് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള മാഗ്ബിക്സ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ്. സിസ്റ്റം ഓൺലൈനിൽ വാങ്ങണോ ഷോപ്പിൽ നിന്ന് വാങ്ങണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഷോപ്പിൽ നിന്നാവുമ്പോൾ നമുക്ക് സർവീസിനൊക്കെ കുറച്ച് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. ഏതായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.